ശ്രീഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. രാമചന്ദ്ര ഭഗവത് കഥാമൃതം ലക്ഷ്മണാഗ്രജഗുണാനുകീർത്തനം. രാഘവേശ തവ പാദസേവനം സംഭവന്തു മമ ജന്മ ജന്മനി. സച്ചിദാനന്ദ സന്തോഹം ഭക്തിഭൂതി വിഭൂഷണം പൂർണ്ണാനന്ദമഹം വന്ദേ സദ്ഗുരും ശങ്കരം സ്വയം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുമുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുദ്ധേന്ദ്രനുമതിനിപ്പോൾ അന്തരം കൂടാതെയൊരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പുക്കാനുടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന് നേരത്തു കാണായി വന്നു.
വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപഥു പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലാരാകുന്നതെന്തിതോ ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ, തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം, നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനി നിസ്സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ, കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ, ദുഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരേ, ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ, ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനോ മനുജനും. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ, തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കുപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പുക്കാനന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും. നിൻ തിരുമലരടിച്ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. രാമചന്ദ്ര ഭഗവത് കഥാമൃതം ലക്ഷ്മണാഗ്രജഗുണാനുകീർത്തനം. രാഘവേശ തവ പാദസേവനം
സംഭവന്തു മമ ജന്മ ജന്മനി. സച്ചിദാനന്ദസന്തോഹം ഭക്തിഭൂതിവിഭൂഷണം പൂർണ്ണാനന്ദമഹം വന്ദേ സദ്ഗുരും ശങ്കരം സ്വയം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാത തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുദ്ധേന്ദ്രനുമതിനിപ്പോൾ അന്തരം കൂടാതെയൊരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനോ ഗൗതമൻ പോയ നേരമന്തരാ പുക്കാനുടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന് നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപഥു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു